ജീവനോടെ കുഴിച്ചിട്ടതാണോ അതോ മരിച്ചതിന് ശേഷമാണോ കുഴിച്ചിട്ടത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്, പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ മരണകാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ച് മരണകാരണം എന്താണെന്ന് അറിയുകയാണ്. മരിച്ചതിന് ശേഷമാണോ കുഴിച്ചു മൂടിയത് അതോ ജീവനോടെയാണോ കുഴിച്ചു മൂടിയത് എന്നതറിയാനാണ് കമലേഷ് ഇനി കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. തീർച്ചയായും മനു, ഇനി പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് ഇനി ഈ മരണ കാരണം എങ്ങനെയാണ് മരിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകുന്നതോടുകൂടി ഇതിൻ്റെ മറ്റു ദുരൂഹതകളും നീങ്ങും. സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമാണോ, ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടിയൊക്കെയാണ് മരണമെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടിയാവും ഈ വിഷയത്തിൽ ഈ മരണം എങ്ങനെ സംഭവിച്ചു, ഇതിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തുകൊണ്ടാണ് ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് കുടുംബം പറഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തതയുണ്ടാവും. ഇനിയിപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്രയും ദിവസം കഴിഞ്ഞതിനാൽ അതോടൊപ്പം തന്നെ കോടതിയുടെ അടക്കം അനുമതിയുള്ളതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് പോവുക. കലക്ടർക്കടക്കം നേരത്തെ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ. അതുപോലെ തന്നെ സബ് കളക്ടറും പോലീസിനും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ടവർക്ക് നൽകുന്നതിലേക്കുള്ള ഒരു നീക്കമായിരിക്കും ഇനി പോലീസും കലക്ടറും അടക്കം നീങ്ങുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അധിക നേരം ഇത് നീണ്ടുപോകാൻ സാധ്യതയില്ല. ആംബുലൻസ് ഈ കല്ലറയ്ക്ക് അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു, വളരെ ദൂരത്തായിരുന്ന ആംബുലൻസ് പെട്ടെന്ന് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ്. ആ നിലയിൽ ആംബുലൻസ് അവിടെ പാർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അവസാന ഘട്ടത്തിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മൃതദേഹം ഇവിടെ നിന്നും ഈ ആംബുലൻസിനകത്തേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ തന്നെ നമ്മളത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വാർത്ത പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഈ രീതിയിൽ നിയമപരമായി കൈകാര്യം ചെയ്യപ്പെട്ടത്. ഇത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും നമ്മളിപ്പോൾ കാണേണ്ടി വരിക അതിനു മുന്നിൽ പൂജയടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ വന്ന് തൊഴുതു നിൽക്കുന്നതായിരിക്കും. ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണേണ്ടി വരിക. അതാണ് കേരളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്തുകൊണ്ടാണ് സാക്ഷരരായി നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും അതിനെ ചെറുക്കാൻ കഴിയുന്ന മറ്റൊരു വലിയ വിഭാഗം, ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർ ഇപ്പോഴും ഈ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടി ഉത്തരമാണ് ഇന്നത്തെ ഈ നടപടിക്രമങ്ങൾ. മനു, തീർച്ചയായും വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. ഇത് ഇത്തരമൊരു സംശയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പരാതി നൽകുന്നത് വളരെ വിദ്യാസമ്പന്നരായ ആളുകളോ ത്തോട് ചിന്തിക്കുന്നതോ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. വളരെ സാധാരണക്കാരായ ഈ ഗ്രാമവാസികളാണ്, ഈ നാട്ടുകാരാണ്, സാധാരണ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർക്കാണെങ്കിൽ പോലും ഈ വിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ നിയമപരമായ സംഗതികൾ ഉണ്ട് എന്ന ബോധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനകത്തൊരു സംശയം രൂപപ്പെടുകയും അവർ പോലീസിലേക്ക് വളരെ കൃത്യമായി തന്നെ ഈ പോസ്റ്റർ, അതായത് ഈ ഗോപൻ മരിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ കണ്ട മാത്രയിൽ തന്നെ അവർക്ക് അതിനകത്ത് സംശയം തോന്നുകയും പോലീസ് ശരി, ഏതായാലും ഇപ്പോൾ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കല്ലറയ്ക്കുള്ളിൽ സുഗന്ധദ്രവ്യങ്ങളും ഒപ്പം തന്നെ ഈ ഭസ്മവും ചന്ദനത്തിരിയും ഒക്കെ വച്ച് ആ രീതിയിലാണ് മൃതദേഹം അടക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. പിന്നീട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൃതദേഹം എത്തിച്ചാൽ അപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികളൊക്കെ വളരെ വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരമറിയാനാണ്. ഈ ഗോപൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്നറിയണം. ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നോ അതോ മരിച്ചതിന് ശേഷമാണോ ഈ കല്ലറയ്ക്കുള്ളിലേക്ക് മാറ്റിയത് എന്നാണ് നമുക്കിനി അറിയേണ്ടതുള്ളത്. ഏതായാലും അതിനും വൈകാതെ തന്നെ ഒരു ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഉത്തരം ലഭിച്ചാൽ മാത്രമേ ഇതിന്റെ തുടർ നിയമ നടപടികൾ ഏത് വിധേനയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അസ്വാഭാവിക മരണമാണ് സംഭവിച്ചതെങ്കിൽ സമാധി എന്ന വിശ്വാസത്തിന്റെ
അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞു നിന്ന ആളുകളൊക്കെ നിയമത്തിന് മറുപടി പറയേണ്ടി വരും, കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരും, ജയിലിലേക്ക് പോകേണ്ടി വരും എന്നതാണ് സാഹചര്യം. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, കേരളത്തിലായതുകൊണ്ടാണ് ഈ സമാധി കഥ പൊളിഞ്ഞതും ആ ദുരൂഹത നീക്കാൻ ഒരു പോലീസ് സംവിധാനം ഇടപെടുന്നതും ഒപ്പം നിയമപരമായ നടപടിക്രമങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റെവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ, വല്ല ഉത്തരേന്ത്യയിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ ആരാധന തുടങ്ങിയിട്ടുണ്ടാകും ഒരു വിഭാഗം മനുഷ്യർ വന്ന്. പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല. ഇവിടെ ഈ രീതിയിൽ ശാസ്ത്രബോധമുള്ള ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട് എന്നുകൂടി നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. ഏതായാലും അത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. അന്ധവിശ്വാസികളായ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിനിടയിലും വെളിച്ചം പകരുന്ന ബോധമുള്ളൊരു തലമുറയുണ്ട് എന്നത് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇരിക്കുന്ന നിലയിലാണ് ആ മൃതദേഹം ആ കല്ലറയ്ക്കുള്ളിൽ അടക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ ഈ മകൻ സനന്ദനൻ അത് പറയുകയുണ്ടായിരുന്നു, ചമ്രം പടിഞ്ഞ് സമാധിയാവുകയായിരുന്നു, ആ രീതിയിലാണ് മൃതദേഹം ഈ സമാധിക്കുള്ളിലേക്ക് വച്ചത് എന്ന് നേരത്തെ മകൻ പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇരുത്തിയതാണോ കിടത്തിയതാണോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയേണ്ടത് ഈ മനുഷ്യനെ ജീവനോടെയാണോ കുഴിച്ചു മൂടിയത് എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള ഉത്തരമാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ ലഭിക്കുക. അതാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുവരും. അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ റിപ്പോർട്ട് നൽകുകയും അതിനുശേഷം തുടർ നിയമ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ പോവുകയും ചെയ്യും. ഒപ്പം ഇതിന് ഈ കല്ലറ പൊളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരമിരുന്ന പരിവാർ സംഘടനകളൊക്കെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തന്നെ നിൽക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാകും. കാരണം ആരെയെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് സമാധിയാക്കിയതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സമൂഹ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതായാലും അതിനൊക്കെ വളരെ വേഗത്തിൽ മറുപടി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കല്ലറയിൽ ഇപ്പോൾ മൃതദേഹമുണ്ട് എന്നതാണ് ഈ സമയത്തെ ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇരുത്തിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത്. കല്ലറയ്ക്കുള്ളിൽ സുഗന്ധദ്രവ്യങ്ങളും ഒപ്പം തന്നെ ചന്ദനത്തിരിയും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു.